അങ്ങനെ എത്ര ആൾക്കാരാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപടി ആളുകൾ KG അടിയോടി, PM പണിക്കർ, PT ഭാസ്കര പണിക്കർ, ഇഞ്ചനൂർ ഗോപി, പിന്നെ അക്കിത്തൻ 2-3 തവണ പങ്കെടുത്തു. ശ്രീരാധാകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചു തോന്നുന്നു. ഞാൻ പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറയും ഞാൻ വന്നോളാന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫറുണ്ട്, അത് പഠിത്ത് ഉപയോഗപ്പെടുത്തണം. അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത് ജീവിതം കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആർസു ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. എപ്പോൾ വിളിച്ചാലും അതേ എടുത്ത് ആർസു, PR നാഥൻ, കുട്ടിയാൻകുട്ടി സാഹിബ്, ആൾക്കാർക്ക് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ്, പാട്രൺസാണ്. അപ്പോൾ അവരൊക്കെ വരാറുണ്ട്. പിന്നെ PM പള്ളിപ്പാട്, മലയത്ത പുണ്ണി, വനമാലി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട് കോഴിക്കോട്, ഒരു ആധ്യാത്മിക തത്വചിന്തകനൊക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. തുടങ്ങി നിരവധി ആൾക്കാർ, ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരെ ഇപ്പം ക്ഷണിച്ച് സാധിക്കും കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ T വൽപ്പനാമൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ക്ഷണിക്കാൻ ഞങ്ങളുടെ ലീസ്റ്റിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക്, ഞങ്ങൾ എത്രയോ കുട്ടികൾക്ക് ഇവരെ കൊണ്ട് തന്നെ സമ്മാനം കൊടുപ്പിക്കും. അതാണ് ഈ കുട്ടികൾ വരുമ്പോൾ അവരോട് ഒരു പാട്ട് പാടാൻ പറയും. പാട്ട് പാടുന്ന കുട്ടി, അങ്ങനെ AU ഓഫീസിലെ ഒരു ക്ലർക്കിൻ്റെ മകൻ ഇപ്പോൾ ശ്രദ്ധേയനായി തീർന്നു. അവിടെ തന്നെ വന്ന ഒരു കുട്ടിയാണ് മഞ്ജു എന്ന് പറഞ്ഞ കുട്ടി. ഇപ്പോൾ നല്ല ഒന്നാന്തരം ഡാൻസുകാരിയായിട്ടൊക്കെ വന്നു ആ കുട്ടി, മഞ്ജു. ആ കുട്ടിക്ക് ഇപ്പം വലിയ പേരൊക്കെ കിട്ടി, ഏഷ്യാനെറ്റിലോ ഇതിലൊക്കെ ആ കുട്ടി വളരെ ഉയർന്നു പോയിട്ടുണ്ട്. അവിടെ വന്ന കുട്ടിയാണ്. ഇതുപോലെ എത്രയോ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കരകയറാനുള്ള സന്ദർഭം ഉണ്ടാക്കിയതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതൊരു വലിയൊരു ഇടപെടാൻ അവസരം കൊടുത്തു. അവർക്ക് അതിൻ്റെ ഒറ്റയ്ക്ക് കിട്ടില്ലതേ. അങ്ങനെയുള്ളവരൊക്കെ കാണിക്കാനും ഒക്കെ പറ്റി. ആദരിക്കുന്നത് ഇപ്പോൾ അവരെ ഏകദേശം ഒരു 5-10 ആളുകളെ, മാതൃഭൂമിയിലെ മദനൻ അധ്യാത്മരാമായണത്തിന് മുഴുവൻ ചിത്രം വരച്ചു. ഓരോ ദിവസവും ഓരോ ചിത്രമായിട്ട് വരച്ചു. അത് മുഴുവനും മാതൃഭൂമിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത് ആ കവിതയ്ക്ക് ഇത് ഉണ്ടായിരുന്നു, വാച്യാർത്ഥം കൊടുത്തിരുന്നു. അതിന് പുറമെയാണ് ഈ ചിത്രം, ഓരോ ചിത്രം. അങ്ങനെ 365 ചിത്രങ്ങളും ഉണ്ടായത്. ഇപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹത്തിന് അതിനൊരു പുരസ്കാരം കൊടുത്തു. ആ പുരസ്കാരം കൊടുക്കുന്നതിൽ ധാരാളം മഹത്തുക്കൾ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനം. അതുതന്നെ വളരെ സന്തോഷമായി. രാജേഷ് അവിടെ ഇപ്പോൾ മാതൃഭൂമിയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം വന്നിരുന്നു. മാതൃഭൂമിയിൽ ആൾക്കാരുണ്ടായിരുന്നു. മാതൃഭൂമിൻ്റെ ബാലസുബ്രഹ്മണ്യം, മലപ്പുറം ജില്ലയുടെ, ഇവർക്ക് മഹത്തുക്കളായ ആൾക്കാർ, അവരുടെയൊക്കെ ആ സംസാരം കേൾക്കുന്നത് തന്നെ ആനന്ദമാണ്. അപ്പോൾ അവരൊക്കെ വന്നു. അങ്ങനെ അവർക്ക് 4 ആൾക്ക് പിന്നീട് PR നാഥൻ, ഇല്ലിക്കെട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞ ഇപ്പോൾ സീരിയലൊക്കെ അയാൾക്ക്, പിന്നെ വിവേകാനന്ദ ട്രാവൽസിൻ്റെ C രാജേന്ദ്രൻ ഉണ്ട്, അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കൊടുത്തു. പിന്നെ ഞങ്ങൾ കൊല്ലം ഒരു കാവ്യ പുരസ്കാരം കൊടുക്കാറുണ്ട്. അത് മലയത്ത പുണ്ണിക്ക് ഒരിക്കൽ കൊടുത്തു. പിന്നെ ശ്രീധരൻ മാഷുണ്ട്, ചെറുവണ്ണൂർ എന്ന് പറഞ്ഞൊരാളുണ്ട്, അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുത്തു. ഇപ്പോൾ അത് പവിത്രൻ ദീക്കുനിക്കാണ് പ്രാവശ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചത്, വടകര. അപ്പോൾ 19-ാം തീയതി വരുന്ന മാസം ഈ മാസം 19-ാം തീയതി അത് വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് അടുത്ത 19-ാം തീയതി കൊടുക്കും. അത് മിക്കവാറും കൊടുക്കുന്നത് പവിത്രൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കും, അയാളുടെ സ്ഥിതിയൊക്കെ നോക്കിയിട്ട്. അതിൻ്റെ ആഘോഷം പഠിച്ചു നടത്തും. അങ്ങനെ അതുകൊണ്ട് അതിൽ കൂടെ ഈ ധാരാളം സജ്ജനങ്ങളെ ഞങ്ങളുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലുള്ളവർ പ്രത്യേകിച്ചും പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും അവിടുത്തുകാർക്ക്, അവിടുത്തെ കുട്ടികൾക്ക് വളരെ പ്രോത്സാഹനം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ വേണം. വലിയ സഹായമാണിത്. അപ്പോൾ അവരുടെ അംഗീകരിക്കും, അവർ പറയുകയും ചെയ്യും. പക്ഷേ എന്താ ഒരു ചെറിയ വിഷമം എന്ന് പറഞ്ഞാൽ ചിലപ്പം വല്ലാണ്ട് കൂട്ടാണ്ട് വരും. എല്ലാവർക്കും ഒരു 2 പാട്ട് പാടണം, ഒരു പാട്ട് പാടണം. എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തന്നെ അത് PT ഭാസ്കര പണിക്കർ പറഞ്ഞതാണ്. താൻ ഈ വീട് ഉണ്ടല്ലോ, ഇപ്പോൾ ആ വീടിന് ആർക്ക് വന്നാലും കയറാൻ പറ്റിയ രീതിയിൽ അടയ്ക്കാനുള്ള വാതിലൊന്നും ഇല്ലാതെ ഒന്നുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തമാശ പറഞ്ഞു പോയതാണ്. അദ്ദേഹം പോയി 3 മാസത്തിനുള്ളിൽ ഒരു ഹാൾ ഉണ്ടാക്കി. അതിനിപ്പം മൂടിയൊന്നുമില്ല, ആർക്കും വരാം. ചിലരൊക്കെ രാത്രി അവിടെ നിന്ന് കിടക്കാറുണ്ട്, സാഹിത്യകാരന്മാർക്ക് ചിലർ വന്നാൽ അവിടെ വിശ്രമിക്കാറുണ്ട്. അങ്ങനെ അവർക്കൊക്കെ എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള അക്ഷരക്കളത്തിൻ്റെ ഒരു ഓഫീസായി. പിന്നെ അതിൻ്റെ ഈ വിദ്യാഭ്യാസ പ്രവർത്തകന്മാരായിട്ടുള്ള പല ആൾക്കാർ, ഇന്ത്യനോട് ഗോപിയെ പോലൊക്കെ ആൾക്കാരൊക്കെ എത്രയോ ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആളുകൾ അവിടെ വന്നാലാണ് അവർക്ക് പിരിഞ്ഞു കിട്ടുന്ന സംഖ്യ ഉണ്ടാവും, അതൊക്കെ അവിടെ എണ്ണ ഒന്നായിട്ട് അവിടെ ഇട്ട് എണ്ണും. പിന്നെ അവർക്ക് ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കും.
അങ്ങനെ ഈ സാഹിത്യകാരന്മാരുടെ മിശ്രമ കേന്ദ്രമായിട്ട് മാറ്റാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട കലക്ടർ കുരുവിള ജോണുള്ള കാലത്ത് 12 പെൺകുട്ടികളെ ആ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ നിന്ന് മാത്രം തിരഞ്ഞെടുത്ത് കലാപരിപാടികൾ അവരെ കൊണ്ട് പഠിപ്പിച്ച് അത് മലപ്പുറം ജില്ലയുടെ ഒരു 10-60 സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ചു. അത് കാര്യമായിട്ടുള്ളത് ഈ മദ്യപാനത്തിൻ്റെ ദോഷവശങ്ങളും എയ്ഡ്സിനെ പറ്റിയുള്ളത്, കുഷ്ഠരോഗം ചികിത്സിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഈ കുഷ്ഠരോഗം വന്ന ആൾക്കാർ ഞങ്ങളുടെ ഭാഗത്ത് പരപ്പനാടി ഭാഗത്തൊക്കെ ധാരാളം ഉണ്ട്. അത് എന്തുകൊണ്ട് ആരംഭത്തിൽ ചികിത്സിക്കില്ല? അപ്പോൾ ആരംഭത്തിൽ ചികിത്സിച്ചാൽ കുഷ്ഠരോഗം മാറ്റാവുന്ന ഒരു അസുഖമാണ്, ഒരു പ്രയാസമില്ല. ഈ സന്ദേശങ്ങൾ എത്തിക്കാം, സന്ദേശങ്ങൾ കലാരൂപത്തിൽ എത്തിക്കാം. അപ്പോൾ അത് അവരുടെ മനസ്സിലാണ്ട് ശരിക്കും വേര് പിടിക്കും, കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രസംഗിച്ചു ഒരു ഡോക്ടർ രാമൻ എന്ന് പേരായിട്ട് മഹാനായ ഒരാളുണ്ട്. ഇപ്പം അദ്ദേഹം റിട്ടയർ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ 100 ഡോക്ടർമാർ പറഞ്ഞാൽ ഏശാത്തതാണ് നിങ്ങളുടെ കവിതയിലുള്ളത്. അത്രയും അദ്ദേഹത്തെ മഹത്വങ്ങളെ അങ്ങനെ പറയുള്ളൂ, മറ്റു ഡോക്ടർമാർ അങ്ങനെ പറയില്ല. അങ്ങനെ അതിൽ കൂടി പിന്നെ മുലപ്പാലിൻ്റെ ഗുണം, മുലപ്പാൽ അല്ലാതെ മറ്റ് പാലുകൾ കൊടുത്താലൊന്നും കുട്ടിക്ക് അത് പറ്റില്ല. അപ്പോൾ മുലപ്പാലിൻ്റെ മഹത്വം എന്താണ്, വാഹനാപകടം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതും കാര്യമായിട്ട് അതിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുസ്തകത്തിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പുസ്തകങ്ങൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തമാശയായിട്ട് പറയുക വെച്ചാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവർ ചെയ്ത പ്രവൃത്തികൾ വിട്ടുതായത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബസ്സിൽ സ്ത്രീകൾ മുൻഭാഗത്തിരുന്നാൽ അപകടം ഉണ്ടാവുന്നുണ്ട്. കാരണം ഡ്രൈവറുടെ ശ്രദ്ധ സ്ത്രീകളുടെ മേലേക്കാണ് പറ്റുക എന്നൊക്കെ ഒരു പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനത് പെയിൻ്റൊക്കെ മാറ്റി പിൻഭാഗത്താക്കി. ആ വരികൾ പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണം, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ കയറിയാലിരിക്കേണ്ടതേടിയാണോളി, മുന്നിലിരുന്നാലോ ഡ്രൈവർ കാണും, ഇപ്പോൾ പിന്നിലിരുന്നാലോ ക്ലീനർ കാണും. ക്ലീനർ കണ്ടാൽ കിണിയും നടക്കണേ മരം കിണിയും കിണി നടിച്ചാൽ തലകുത്തി വീഴല്ലോ. അപ്പോൾ ക്ലീനർ സദ്യം വയ്യ, നടുവിലിരുത്തിയിട്ട് കൊണ്ടുപോയാൽ ഒടുവിൽ കയറുന്നോരെന്ത് കാട്ടും, അതുതാനേ കേട്ടോരാധികൃതരും. ഈ പിന്നെ അതിൻ്റെ ഒന്നുണ്ടു കേൾക്കൻ്റെ ഉണ്ണിയാർച്ച എന്നൊക്കെ പാടുന്നുണ്ടല്ലോ, ശരിക്കും ഓർമ്മയില്ല. ഒന്നുണ്ടു കേൾക്കൻ്റെ ഉണ്ണിയാർച്ച തോന്നിയിടം കയറിയിരുന്നോ പെണ്ണേ. ഇപ്പോൾ സ്ത്രീകൾക്ക് എവിടെ വേണം കയറാം. പക്ഷേ ആദ്യം അവർ കുറേ അങ്ങോട്ട് മാച്ചു ഇങ്ങോട്ട് മാച്ചു കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അവസാനം ഇതിനെ വന്നു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉറച്ചൊരഭിപ്രായം എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഉറച്ച അഭിപ്രായം എടുക്കുന്നില്ല, അവർ തീരുമാനം എടുക്കുന്നില്ല. ഒരാൾ പറഞ്ഞാൽ ശരി, മറ്റാളെന്ന് ശരി, അങ്ങനെ പോയിട്ട് വെറുതെ സമയം കൊണ്ട് കളിയാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഇതില്ല. അത് ഈ കേരള കൗമുദി പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ കവിത. പിന്നെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ കവിതകളൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അതുമാതിരി ഈ പോലീസുകാരെ പറ്റി എല്ലാവർക്കും ഭയമുണ്ടല്ലോ. പോലീസുകാരിലെ ഏറ്റവും മഹാന്മാരായ ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെയൊക്കെ, പോലീസും ജനങ്ങളും. അപ്പോൾ എന്നെ വിളിക്കും ചില പരിപാടിക്കൊക്കെ. പൗലോസ് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഒരാളുണ്ട് മലപ്പുറത്ത്. ഇപ്പോൾ അപ്പോൾ അവരുടെ യൂക്കേറ്റ് വിളിക്കുമ്പോൾ ഞങ്ങൾ പോലീസ് താരാട്ട് ഞാൻ പാടിക്കേൾപ്പിക്കാറുണ്ട്, പോലീസ് താരാട്ടും പാടിക്കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ പോലീസുകാരൻ്റെ ഭാര്യ അയാളുടെ കുഞ്ഞിനെ എങ്ങനെയാണ് ഉറക്കുക എന്ന് പാടിക്കൊടുക്കുന്ന ഒരു താരാട്ടമൊക്കെ ഉണ്ട്. അത് കുട്ടി ഇങ്ങനെ പാടിക്കൊടുക്കും. അവസാനം കുട്ടീനെ ഇങ്ങനെ പാടി കൊടുത്ത ശേഷം അവർ എൻ്റെ മോൻ നന്നായി ഉറങ്ങാൻ അമ്മ നല്ലപോലിട്ടൊന്നുരുട്ടാം, പോലീസുകാരുടെ ഒരു ഉരുട്ടൽ എന്ന അവസാനം പറയുമ്പോഴേക്കും ജനങ്ങൾ പോലീസുകാരെന്ന് പറഞ്ഞ ചിലർ പോലീസുകാർ നിങ്ങളുടെ എല്ലാം സൂപ്പാ കിട്ടും എന്നൊക്കെ തമാശ പറഞ്ഞു. പക്ഷെ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ കോപ്പി കുറേ വാങ്ങിച്ചു. അതാണ്ടായിരുന്നു നല്ല നല്ല പോലീസുകാർ. പിന്നെ അതുപോലെ തന്നെ ഈ പോലീസുകാരെ പറ്റി പറഞ്ഞാൽ ഞാൻ യാദൃശ്യമായിട്ട് ഒന്നുകൂടി പറയുകയാണ് സാന്ദർഭികമായിട്ട്. ഞാൻ ഈ ബാലി സുഗ്രീവ യുദ്ധം എന്ന് പറഞ്ഞിട്ട് കുറേ കാലം മുമ്പ് ചന്ദ്രികയിൽ ഒരു കവിത കൊടുത്തിരുന്നു. അതിൻ്റെ പ്രമേയം എന്താണെന്ന് പറഞ്ഞാൽ ഫോൺകാരും പോലീസുകാരും കൂടി അഡ്മിറ്റ് ഉണ്ടായിരുന്നു. എന്തോ കാരണത്തിന് അവർ തമ്മിൽ തെറ്റിയിട്ട് അത് പോലീസുകാരൊക്കെ ഫോണിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്നു വന്ന് അടിപിടിയൊക്കെ ഗംഭീര അടിപിടിയപ്പം അതിന് ഞാൻ എഴുതിയിരുന്നു ഒരു കവിത. അന്നത്തെ DYSP, ഇപ്പം പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരു ക്രിസ്ത്യൻ അദ്ദേഹം ഏതൊരു ആവശ്യത്തിനും കടലുണ്ടി നഗരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഈ രാവണപ്രഭു എവിടെയാണെന്ന് അന്വേഷിച്ച് ചിലർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് അന്ന് വരുന്നുണ്ടല്ലോ എന്തായിരിക്കും എന്ന് പറയല്ല. ഞാൻ പറയാം വന്നോട്ടെ, എനിക്ക് പറയാം അദ്ദേഹത്തെ കണ്ടാലും സംസാരിക്കാം. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലം വന്നു, അടിയന്തരാവസ്ഥ കാലമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഭയമുണ്ട്, കൂടെയും കൂടെ ആളും വന്നില്ല. ഞാൻ തനിച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയാണ് ചെന്നു. എന്നോട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നു. ഇല്ല ഞാൻ ഒന്ന് കാണാൻ വന്നു, അതിലുള്ള എവിടെയോ വീട് എനിക്ക് കാര്യമൊക്കെ അന്വേഷിച്ചു.
നിങ്ങൾ കവിത എഴുതാറില്ലേ, ഞാനൊരു 2-3 കവിത വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പോലീസുകാരെ പറ്റി എഴുതിയ ഈ കവിത അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ എന്നോട് അതിൻ്റെ എഡിറ്റർ പറയേ, അദ്ദേഹം അവിടെ പോയി ചന്ദ്രികയിൽ പോയിരുന്നവർ, അദ്ദേഹം ചന്ദ്രികയിൽ പോയിട്ട് പറഞ്ഞത്രേ ഏതാ രാവണപ്രഭു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ എന്തോ ആവശ്യം വന്നപ്പം അദ്ദേഹം നർമ്മബോധം അദ്ദേഹം നേരിട്ട് കണ്ട് പിന്നെ വളരെ സന്തോഷമായി, കവിത നന്നായി എന്നൊക്കെ പറഞ്ഞതിനോട്. അപ്പോൾ അവരെ കൂടുതൽ എത്രയോ മഹാന്മാരുണ്ട്, ഈ നർമ്മം ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർ ധാരാളമുണ്ട്. ഞാനിത് തമാശയിൽ എൻ്റെ മാഷന്മാരോടൊക്കെ പറയും, ഇപ്പോൾ വായിക്കാത്തൊരു മാഷന്മാരേ ഉണ്ടാവുള്ളൂ, വായിക്കേണ്ടത് ആവശ്യമാണ്.